എല്ലാ സൗഹൃദത്തിനു പിന്നിലും ഒരു ചെറിയ സ്വാർത്ഥ താല്പര്യമെങ്കിലും ഉണ്ടാകും. സ്വാർത്ഥ താല്പര്യമില്ലാത്ത സൗഹൃദം ഇല്ല എന്നത് കൈപ്പുള്ള ഒരു സത്യമാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ആവശ്യമില്ലാതെ നിങ്ങളോട് വന്ന് പറയുന്നവരിൽ നിന്നും അകലം പാലിക്കുന്നതാണ് നല്ലത്. കാരണം ഇത്തരക്കാർ നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവരോടും പറയുന്നതായിരിക്കും. നിങ്ങൾ തെറ്റുകാരൻ അല്ലാത്ത കാലത്തോളം മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ നല്ലൊരു കാര്യം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അത് നല്ലതാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് മോശമായി മാത്രം സംസാരിക്കുന്ന ആളുകളുമായി അത് ചർച്ച ചെയ്യാതിരിക്കുക. ഒരാൾക്ക് ഒരു വാക്ക് കൊടുത്താൽ കഴിയുന്നതും അത് പാലിക്കാൻ ശ്രമിക്കുക. കാരണം വിശ്വാസം നേടിയെടുക്കാൻ ഏറ്റവും നല്ല മാർഗം പറഞ്ഞ വാക്ക് പാലിക്കുക എന്നതാണ്. മോശമായത് എന്തും നിങ്ങളിലേക്ക് പെട്ടെന്നടുക്കും. പക്ഷെ നല്ലത് നേടണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഒരിക്കൽ നിങ്ങളോട് കടുത്ത ശത്രുത ഉണ്ടായിരുന്നവരുമായി പിണക്കം മാറിയാലും അധികം അടുത്ത് ഇടപഴകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മൗനത്തോളം ശക്തമായ ഒരു ഭാഷയില്ല. മൗനത്തോളം ശക്തമായ ഒരു ശിക്ഷയുമില്ല. അർത്ഥശൂന്യമായ വാക്കുകളേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് മൗനം. ബഹുമാനം ഒരു കണ്ണാടി പോലെയാണ്. നാം അത് എത്രത്തോളം കാണിക്കുന്നുവോ അത്രയധികം അത് നമ്മളിൽ പ്രതിഫലിക്കും. ചിലർ നമ്മെ മുറിവേൽപ്പിക്കുമ്പോൾ നമുക്ക് വേദനിക്കില്ല. എന്നാൽ അവർ അതിനെ ന്യായീകരിക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് വേദനിക്കുന്നത്. ഒരു തെറ്റ് നമ്മുടെ മേൽ ആരോപിക്കപ്പെട്ടാൽ അതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് പോലും അന്വേഷിക്കാതെ നമ്മളെ തള്ളിപ്പറഞ്ഞവരെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുന്നതാണ് നല്ലത്. അവർ ഒരിക്കലും നമുക്ക് വേണ്ടപ്പെട്ടവർ അല്ല. വിജയത്തിൻ്റെ പാത പൂക്കൾ വിരിച്ചതല്ല, മുള്ളുകൾ നിറഞ്ഞതാണ്. തേനീച്ചയുടെ കുത്തേൽക്കാതെ തേനെടുക്കാൻ ആവാത്തതുപോലെ പ്രയാസങ്ങളെ മറികടക്കാതെ ലക്ഷ്യത്തിലെത്താനാവില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വളരുന്നതും താഴ്ന്നു പോകുന്നതും നമ്മുടെ ധൈര്യവും ആത്മവിശ്വാസവും എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചാണ്. നമ്മുടെ മനസ്സ് തൊട്ടറിഞ്ഞവരോട് മാത്രം എല്ലാം തുറന്നു സംസാരിക്കുക. അല്ലാത്തവരോട് പറഞ്ഞാൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ തുറന്നു പറഞ്ഞതൊക്കെ നമുക്കെതിരെയുള്ള ആയുധമായി മാറും. പരിഹാസങ്ങളിൽ തളരാതിരിക്കുക. കാരണം പരിഹാസം കൊണ്ട് മാറ്റി നിർത്തപ്പെട്ടവരാണ് പിന്നീട് ഇതിഹാസങ്ങൾ കൊണ്ട് ചരിത്രം സൃഷ്ടിച്ചത്. സൂര്യൻ്റെ ഉദയവും അസ്തമയവും പോലെ നമ്മളും പ്രവർത്തിക്കുക. ശാന്തമായി തുടങ്ങി തീക്ഷ്ണമായി അവസാനിച്ചാൽ നമ്മുടെ ഏതൊരു പ്രവൃത്തിയും മനോഹരമായിരിക്കും. ഓർമ്മകൾ എപ്പോഴും സവിശേഷമാണ്. ചില ഓർമ്മകൾ നമ്മെ കരഞ്ഞ ദിവസങ്ങളെ ഓർത്ത് ചിരിപ്പിക്കും. എന്നാൽ ചിലത് ചിരിച്ച നാളുകളെ ഓർത്ത് കരയിപ്പിക്കും. അതാണ് ജീവിതം. മറ്റുള്ളവരുടെ ശ്രദ്ധ നേടുന്നതിനേക്കാൾ നമ്മൾ അവരുടെ ബഹുമാനം നേടാനാണ് ശ്രമിക്കേണ്ടത്. അതിനായി ഒഴിവ് കഴിവുകൾ പൂർണ്ണമായി ഒഴിവാക്കി ഓരോ നിമിഷവും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നമുക്ക് ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചേക്കാം. എങ്കിലും മറ്റുള്ളവർക്ക് നമ്മുടെ മേലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള തെറ്റുകൾ ഒരിക്കലും സംഭവിക്കാതെ നോക്കണം. സങ്കടങ്ങൾ അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് സന്തോഷത്തിൻ്റെ വില മനസ്സിലാവുകയുള്ളൂ. അതിനാൽ നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ പരാജയമായി കണക്കാക്കരുത്. നിങ്ങൾക്ക് ഭാവിയിൽ സന്തോഷിക്കണമെങ്കിൽ ഇന്നത്തെ ദിവസം നന്നായി ജീവിക്കുക. ഭൂതകാലത്തിൽ വസിക്കരുത്. ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണരുത്. വർത്തമാന നിമിഷത്തിൽ മനസ്സിനെ കേന്ദ്രീകരിക്കുക.